പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തെളിച്ചമാണ് കേട്ടോ. എന്നാണെന്ന് കുറച്ച് പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, അത് ചെയ്യണമെന്നോർത്ത് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ദാണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ആ വാഴ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റിൻ്റെ ഭാഗമായിട്ട് ദാണ്ട് ഒടിഞ്ഞ് ബാത്റൂമിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞ് കിടക്കുവാണ്. ഇനി അതൊന്ന് വെട്ടി മാറ്റണം. അതുപോലെ തന്നെ ദാണ്ട് നമ്മുടെ ലാസ്റ്റ് തക്കാളിയാണ്. ഇനി ഇതിൽ തക്കാളി ഉണ്ടാകുമെന്ന് അറിയില്ല. ബാംഗ്ലൂരൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് അത്യാവശ്യം തക്കാളിയെല്ലാം ഉണങ്ങിപ്പോയിരുന്നു. എന്നാൽ അവിടെ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു നിന്നൊരു പയറാണ്. ജീവനില്ലാതെ നിന്ന പയറെന്ന് പറയണം. അത് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കയറി വന്നിരുന്നു. ദാണ്ട് അതിവിടെ കായ്ച്ച് 2-3 പയറൊക്കെ ആയി കേട്ടോ. ഇനി ആ പയറിനെ ഒന്ന് കുത്തി കൊടുക്കണം. കവട്ടയുള്ള കമ്പ് ഏതെങ്കിലും വെച്ച് കുത്തി കൊടുക്കണം. സാധാരണ ഞാനിവിടെ കാപ്പിക്കമ്പ് വെട്ടി കുത്തുവാണ് ചെയ്യുന്നത്. വാഴക്കൊല നിൽക്കുന്നതുകൊണ്ട് തന്നെ മുഴുവനും വെട്ടി മാറ്റുന്നില്ല, കുറച്ച് ഇലകൾ മാത്രം വെട്ടി മാറ്റി കൊടുക്കാമെന്ന് ഓർത്തു. എന്താണ് ഇപ്പറേ ഒരു മൂട് പയറുണ്ട് കേട്ടോ, കുറച്ച് ചീര പയർ. ആ പയർ ആദ്യമേ നല്ല രീതിയിൽ തന്നെയാണ് കയറി വന്നത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞൊരു കമ്പ് വെട്ടി കുത്തി കൊടുത്തായിരുന്നു. കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്. ഇനി അടമഴ പിടിച്ചാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്നാലും കുറച്ചുകൂടെയൊക്കെ പച്ചക്കറി നടണം. ഡൗണിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് ഒരുപാട് പച്ചക്കറി ഉണ്ടായിരുന്നു, അത് വളരെ ഉപകാരവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇനി കുറച്ച് പച്ചക്കറി നടണമെന്ന് ഓർത്തിരിക്കുകയാണ്. രാവിലെ തന്നെ പുറത്തെ പണി തീർക്കാനായിട്ട് മഴയില്ലാത്തത് കൊണ്ട് തന്നെ പണിയെല്ലാം ഒതുക്കി പെട്ടെന്ന് തന്നെ ഞാൻ മഴ പെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം ഇരുണ്ട് മൂടിയൊക്കെ കിടക്കുകയാണ്. കുറച്ച് നേരം തെളിയും, പിന്നെ ഇരുണ്ട് മൂടും. അങ്ങനെ താണ്ട് എനിക്ക് കയ്യെത്തുന്ന ഭാഗം വെച്ചിട്ട് ഞാൻ ഇലയെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ആ ഭാഗത്ത് വാക്കത്തി കൊണ്ടൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. കരണ്ടിൻ്റെ കണക്ഷനൊക്കെ ബാത്റൂമിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ലോണം സൂക്ഷിച്ച് വെട്ടി മാറ്റണമായിരുന്നു. വാഴയിലേക്ക് വെട്ടി മാറ്റിയ ശേഷം താണ്ട് ആ പയറിനൊരു കമ്പ് കുത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ കാപ്പി വെട്ടിയാണ് കുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പം ആ കുത്തി കൊടുത്താൽ മാത്രം പോരാ, അതൊന്ന് കെട്ടിയും കൂടെ വെച്ച് കൊടുക്കണം. എന്നാലേ നല്ലതുപോലെ നിൽക്കുകയുള്ളൂ. ഇനി കാറ്റും മഴയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുന്നത് കുത്തി കൊടുത്തിരിക്കുന്ന കമ്പൊക്കെ മറിഞ്ഞു പോകും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തന്നെ ഇവിടെ പയറിന് കമ്പൊക്കെ കുത്തി കൊടുത്ത ശേഷം അതിൻ്റെ പയറിൻ്റെ വള്ളി അവിടെ ഇവിടേക്കൊക്കെ ആയിട്ട് വളർന്ന് കിടക്കുമായിരുന്നു. അതൊക്കെ പിടിച്ചടുക്കി താണ്ടി കുത്തി കൊടുത്ത കമ്പിലേക്ക് തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി താണ്ടി വാഴയിൽ വെട്ടിയതെല്ലാം അപ്പുറം ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ട് കളയണം. ഇതാ ഇവിടെ ആയിട്ടൊരു കോവലിൻ്റെ പന്തലായിരുന്നു. കോവലും പാവലും ഒക്കെ കയറിയിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും പിന്നെ അത്യാവശ്യം ചെതലൊക്കെ എടുത്തിരുന്നു. ആ കമ്പുകളെല്ലാം അതൊക്കെ എല്ലാം ഒന്ന് മാറ്റി കൊടുത്ത് പുതിയ കമ്പുകൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ്. ഇവിടെ 2 ചാമ്പങ്ങ പഴുത്തിപ്പുണ്ടായിരുന്നു കേട്ടോ. മടുത്തപ്പോൾ 2 ചാമ്പങ്ങയൊക്കെ പറിച്ച് തരുന്നതാണ്. താണ്ടി ഇതാണ് കോവൽ വള്ളി കയറിപ്പോയേക്കുന്നത്. അതുവഴി ഇതുവഴിയൊക്കെ കോവൽ വള്ളികളും കയറിപ്പോയേക്കുവാണ്. ഇത് നമ്മുടെ ഒരു പഴയ ഷെഡിൻ്റെ ചുവടാണ്. എന്നാൽ ആ കോവൽ വള്ളികളെല്ലാം കൂടെ കയറ്റി പന്തലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോവയ്ക്ക കിട്ടിയ ഒരു കോവലാട്ടോ, അതുകൊണ്ട് അത് വെട്ടിക്കളയാൻ തോന്നിയില്ല എനിക്ക്. എന്നാൽ ഇത് പന്തൽ മാറ്റിയിട്ട് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ കിട്ടുമല്ലോ ഓർത്ത് കണ്ട പന്തൽ മുഴുവൻ ഇവിടെ അഴിച്ചിട്ടുണ്ട്. പഴയ വീടിൻ്റെ അടുക്കളയായിരുന്നു ഇത്. ദാണ്ട് ഈ പാതകമാണ്, പൊളിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പാതകത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ കൃഷി ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. കോവൽ മാത്രമല്ലായിരുന്നു, നിത്യവഴുത, പാവല്, പടവലം, 18 മണിയ പയറ് എല്ലാം തന്നെ ഈ പന്തലയിലുണ്ടായിരുന്നതാണ്. അപ്പം നമുക്ക് ആ സമയത്തൊന്നും അധികം പച്ചക്കറികളൊന്നും വാങ്ങിക്കണ്ടായിരുന്നു. പച്ചക്കറികളൊന്നും തന്നെ വാങ്ങിക്കണ്ടായിരുന്നു. ഉള്ളി, സവോള, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം തന്നെ ഞാനിവിടെ കൃഷി ചെയ്തെടുക്കുമായിരുന്നു. കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഒരുപാട് വലിപ്പത്തിലൊന്നും കിട്ടുകയില്ലെങ്കിലും സാധാ രീതിയിൽ ചെറുതൊക്കെ ആണെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ എന്ന് കരുതി പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിച്ച് കൊടുത്തിരുന്നതാണ്. അതേ നേരം വെയിലത്ത് നിന്നപ്പോൾ ഞാൻ മടുത്തിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പോകാമെന്ന് പറഞ്ഞ് കയറി വന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് ഒരു മാങ്ങ ഇവിടെ പഴുത്തിരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതൊന്ന് ചെത്തിപ്പൂളി കഴിക്കാമെന്ന് വിചാരിച്ച് ചെത്തിയെടുക്കുകയാണ്. വട്ടം മക്കൾ വന്നിരിപ്പുണ്ട് കേട്ടോ. ഈ ദിവസം കാക്കുൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മ വന്നിട്ട് മാങ്ങയാണ് അവിടെ ഉണ്ടാകുന്നത്. സേനം മാങ്ങ എന്ന് പറയും, ആരം മാങ്ങ എന്നും പറയും. അടിപൊളി മാങ്ങയാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്, പച്ചയ്ക്ക് നല്ല പുളി എന്ന് പറഞ്ഞാൽ സാധാ പുളിയല്ലോ കേട്ടോ. ഞാൻ അച്ചാറിട്ടാ എടുത്തോണ്ട് വന്നിട്ട് യാതൊരു രക്ഷയില്ലാതെ ഇടാതെ വെച്ചിരുന്നു. മക്കളിത് പച്ചയ്ക്ക് ഉപ്പൊക്കെ കൂട്ടി തിന്ന് തീർക്കുമായിരുന്നു. അത് കഴിഞ്ഞുമ്മ എനിക്ക് ദാണ്ട് അവിടെ പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതാണ്. ഒരുപാട് പൊക്കത്തിലാണ് ഈ മാങ്ങ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാണ്ട് മുകളിൽ നിന്ന് വന്ന് വീണേൻ്റെ ആവാം. നന്നായിട്ട് ഇവിടെ 2 വശവും ചതഞ്ഞിട്ടുണ്ട്. എന്നാലും മാങ്ങ നല്ല സൂപ്പറായിട്ട് പഴുത്തതും നല്ല മധുരമുള്ളതുമാണ് കേട്ടോ. മാങ്ങ ചെത്താൻ എടുത്തപ്പോൾ തൊട്ട് ഭർത്താവും കുക്കും മാറി മാങ്ങേണ്ടി എനിക്ക് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മാങ്ങ മുറിച്ചാൽ മാങ്ങയെല്ലാം നമുക്ക് കാണിച്ച് മാങ്ങേണ്ടിയാണ് വേണ്ടിയത്. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെയാണോ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മാങ്ങേണ്ടി തിന്നു കഴിഞ്ഞ് മാങ്ങേണ്ടി എറിഞ്ഞ് കളയുന്നതിന് മുമ്പായിട്ട് ആരുടെയെങ്കിലും പേര് വിളിച്ച് പോയി മാങ്ങേണ്ടിക്ക് കൂട്ടി പൊക്കോളാൻ പറയുന്നതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല തോന്നുന്നു. അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. അങ്ങനെ മാങ്ങയൊക്കെ ചെത്തിപ്പുള്ളി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെ വന്നു കേട്ടോ. മഴ വരുന്നതിന് മുമ്പ് ഈ പണിയെല്ലാം തീർക്കണം. അഴിച്ച പന്തലിൻ്റെ കമ്പുകളെല്ലാം വെട്ടിയൊടിച്ച് വിറകാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് പെറുക്കി അടുക്കണം. അങ്ങനെ വിറകൊക്കെ പെറുക്കി പെട്ടെന്ന് തന്നെ അടുക്കി കുറേ നേരമൊക്കെ ഒന്ന് കിടന്ന് വിശ്രമിച്ച് നമസ്കാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് ഗ്യാസ് എടുത്ത് വെക്കണം.
ഗ്യാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാക്ക വരുമ്പോൾ എടുത്തുകൊണ്ട് വന്നോളും. ഗ്യാസ് കട്ടപ്പുറത്താണ്, എപ്പോൾ വേണേലും തീർന്നു പോകാം. പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട് തന്നെ വളരെ പാടായി. ഇതിൻ്റെ ഓഫീസ് 5 മണിക്ക് മുന്നായിട്ട് അടച്ചു പോകും. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് പോയി ഗ്യാസ് എടുക്കാനായിട്ട് കുറ്റിയായിട്ട് ഞാൻ ഇറങ്ങി പോവാണ്. ഗ്യാസ് കുറ്റി താഴോട്ട് ഇറക്കാൻ തന്നെ നല്ല പാടാണ്. അപ്പോൾ പിന്നെ മുകളിലോട്ട് എടുക്കുന്ന കാര്യം പറയണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും താഴോട്ട് ഞാനാണ് കുറ്റി ഇറക്കാറ് പതിവ്. മുകളിലോട്ട് കാക്ക കൊടുക്കും. കുറച്ചുകൂടെ താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ കുറ്റി താഴേക്ക് വലിച്ചുകൊണ്ട് പോകാറാണ് പതിവ്, അല്ലാതെ പറ്റത്തില്ല. കൊണ്ട് താഴോട്ട് പോയപ്പോഴാണ് എൻ്റെ ഒരു ഏലത്തിന് എന്തോ കഴിഞ്ഞ വർഷം വെച്ച് കൊടുത്തതിലുള്ള തൈച്ചെടിയാണ്. അതിനെ കമ്പ് നാട്ടി കൊടുത്താണ് നിർത്തിയിരുന്നത്. ആ കമ്പ് വളഞ്ഞു പോയതാണ്, എന്താണെന്നറിയില്ല. എന്താണേലും മണ്ണ് പൊങ്ങി വേരൊക്കെ പൊങ്ങി വന്നു. അതിനെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. തിരിച്ച് വന്നിട്ടോ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഏലം ശരിയാക്കണം. പിള്ളേരെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ കമ്പയെ പിടിച്ച് വലിച്ചതാവാം, എന്താണെന്നറിയില്ല. എന്തോ സംഭവിച്ചെന്ന് മാത്രം. അങ്ങനെ ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വഴിയുടെ ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രി കാക്ക വരുമ്പോൾ എടുത്തുകൊണ്ട് വന്നോളൂ. ഞങ്ങളായിട്ട് കൊക്കും ഭർത്താവും മാറി മാറി പറയുന്നതാണ് ഒരു പായസം വെച്ച് കൊടുക്കാനായിട്ട്. നോമ്പിൻ്റെ സമയത്ത് വാങ്ങിച്ച കുറേ മുന്തിരിങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് സേമിയയും പാലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പാലെല്ലാം തീർന്നു പോയിരുന്നു. ഞാൻ ഗ്യാസ് എടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് പാലൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നാൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതി. സാധാരണ പായസം വെക്കുന്നത് പായസ കിറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. എന്നാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാൻ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പകുതിയോളം മക്കളുടെ വായിലായി. ഇങ്ങനെ തിന്നുന്നതിലും ടേസ്റ്റ് കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ നല്ല നെയ്ക്കകത്ത് വറുത്ത് തിന്നുന്നതാണെന്നാണ് ഭർത്താവിൻ്റെ ഡയലോഗ്. ഇനി ബാക്കി മുന്തിരിങ്ങ കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇനി കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുത്ത നെയ്യിലേക്ക് സേമിയ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സേമിയ, ഇത് പാക്കറ്റ് സേമിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഒടിച്ച് ഞുറുക്കി വളരെ ചെറുതായിട്ട് എടുക്കണം. ഇനി നെയ്യിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലുകൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം പാലത് പോരെന്ന് തോന്നിയപ്പോഴത്തേന് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് മാറാതെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സേമിയ പൊട്ടിച്ചപ്പോൾ തൊട്ട് പായസം വെന്തോ അമ്മേ എന്ന് ചോദിച്ച് ഭർത്താവ് ഇതുവഴി വട്ടം കറങ്ങുന്നുണ്ട്. പായസം വേകുന്നതിൻ്റെ ഇടയിൽ ഗ്യാസം കാണാൻ തീർന്നു പോയ ചെറുക്കൻ എണ്ണ എടുത്ത് അലക്കും. അങ്ങനെ താണ്ട് ഇവിടെ പായസം കുറുകി തുടങ്ങിയപ്പോൾ ഇനിയും കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കണം. വെന്തിട്ടില്ല, നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒഴിച്ചതുപോലെ തന്നെ ഒരു 3/4 ലിറ്റർ പാല് പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പായസം വെക്കുമ്പോൾ അടുപ്പിന് ചോട്ടിൽ നിന്ന് മാറാനും പറ്റുകയില്ല, കൈയെടുക്കാതെ ഇളക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഞാനിവിടെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരുപാട് മധുരം എനിക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും മധുരം കുറയ്ക്കാൻ നോക്കിയപ്പോൾ മക്കൾ സമ്മതിച്ചിട്ട് പായസമല്ലേ, പായസത്തിനൊക്കെ നല്ല മധുരം വേണ്ടിയല്ലേ, അതുകൊണ്ട് താണ്ട് ഈ സ്പൂണിന് ഒരു 4 സ്പൂണോളം ഇവിടെ മധുരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പായസത്തിന് മധുരക്കുറവായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ അത് പിന്നെയും ഒന്നുകൂടെ 2 സ്പൂണോളം ഇട്ട് കൊടുത്തു. പായസത്തിൽ എന്നെ കൊണ്ടല്ല പിള്ളേർ മധുരം നോക്കിക്കുന്നത്, അവർ തന്നെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മധുരം ഇടുകയെന്ന് അവർ പറയുന്നത്. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ ചെടിച്ചിട്ട് കുടിക്കാൻ പറ്റാതായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ മധുരം കുറച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെ പായസമൊക്കെ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് കിട്ടും, കുറച്ചുകൂടെ മധുരം കിട്ടും. അതിനുവേണ്ടിയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വേരി വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ ഇടാറായപ്പോൾ പകുതിയും മക്കളകത്താക്കിയിരുന്നു. പായസത്തിലിട്ടാലും അവർ തന്നെയല്ലേ തിന്നുന്നത്, അപ്പോൾ എങ്ങനെയെങ്കിലും തിന്നോട്ടെന്ന് ഞാനും വിചാരിച്ചു. കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹോം മെയ്ഡ് നെയ്യാണെന്ന് ഞാൻ പറഞ്ഞു. ഹോം മെയ്ഡ് നെയ്യും ഹോം മെയ്ഡ് ബട്ടറും ഒക്കെ തസ്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തസ്നി എനിക്ക് കൊണ്ട് തന്നതാണ് ഈ ഹോം മെയ്ഡ് നെയ്യ്. ഇടയ്ക്ക് എപ്പോഴും ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, ഞാൻ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വീഡിയോയിൽ കിട്ടിയില്ല, ക്യാമറ ഓഫ് ആയിരുന്നു ആ സമയത്ത്. ഇനി ഇവിടെ നല്ല ടേസ്റ്റിനും മണത്തിനും വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏലക്കായും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, അടിപൊളി പായസം ഇവിടെ റെഡിയാണ്. നല്ല കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട് കേട്ടോ ഈ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴേക്കും. അടുപ്പിൽ നിന്ന് ഇറക്കി ഈ ചൂടോടുകൂടി തന്നെ പായസം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത് പിറ്റേ ദിവസം കുടിക്കുമ്പോഴാണ്. ഒരു രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കുടിക്കുന്നത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു. ഇനി ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിലധികം മധുരമൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇനി കാക്ക വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ താഴേക്ക് വിളിച്ചു. ഗ്യാസ് എടുത്തുകൊണ്ട് വരണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെന്ന് വെട്ടം കാണിക്കണം. ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊരു ചാറ്റ മഴയൊക്കെ പെയ്ത് വഴി അത്യാവശ്യം നനഞ്ഞൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ കയറിപ്പോകണം. നല്ലതുപോലെ വെട്ടം കാണിച്ചാലേ ഗ്യാസ് കുറ്റിയായിട്ട് പതിയെ കയറി വരാനായിട്ട് പറ്റുള്ളൂ. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് വിറകടുപ്പ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്.
ഇങ്ങനെ ഗ്യാസ് എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് പാപം തോന്നും. അതുകൊണ്ട് തന്നെ ഒരു 6 മാസമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഗ്യാസ് ഉപയോഗിക്കാൻ നോക്കുമായിരുന്നു. ഇനിയിപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കുകയല്ല. ഗ്യാസിൽ തന്നെ കൂടുതലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുക്കളയ്ക്കകത്തില്ലാത്തത് കൊണ്ട് തന്നെ മഴക്കാലത്ത് ഗ്യാസ് പെട്ടെന്ന് തീരും. കാക്ക വന്നപ്പോൾ പായസം ചൂടാക്കി കാക്കുവിന് കൊടുക്കാൻ നേരം ഞങ്ങൾ ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചു. പായസമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ ആരും ഇന്ന് രാത്രി ചോറിനങ്ങ് കിടന്നു. ഇരിക്കും തോറും പായസത്തിന് ടേസ്റ്റ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇവിടെ ഭർത്താവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവന് സ്പൂണും തവിയൊന്നും വേണ്ട കേട്ടോ പായസം കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.